നമുക്ക് കൊല്ലത്തേക്ക് കൂടി ഒന്ന് പോവാം. എ വി ജയശങ്കർ ഉണ്ട്. കൊല്ലം ക്രിസ്തുരാജ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഇരവിപുരം മണ്ഡലത്തിലാണല്ലേ ജയശങ്കർ ഈ ബൂത്ത് വരുന്നത്? അവിടെ മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് കൊല്ലത്തെ നിലവിലെ ഒരു സാഹചര്യം? ഏതായാലും നെഞ്ചിടിപ്പേറ്റുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കൊല്ലം വളരെ നിർണായകമാണ്, കൊല്ലത്തെ മണ്ഡലങ്ങളെല്ലാം. അതായത് വിനീത, വാശിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ഞാൻ ഇരവിപുരം മണ്ഡലത്തിലെ 125 നമ്പർ ബൂത്തിലാണുള്ളത്. ക്രിസ്തുരാജ് സ്കൂളാണ്. ഇവിടെ മോക്ക് പോളിംഗ് ഉൾപ്പെടെ ഇതിനോടകം തന്നെ ആരംഭിച്ചു. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒക്കെ തന്നെ രാവിലെ എത്തുകയും സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ ആകെ 180 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളാണുള്ളത്. നഗരപരിധിയിൽ 139ഉം ഗ്രാമപരിധിയിൽ 49 പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട്. ആകെ ജില്ലയിൽ 2256 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. എന്തായാലും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലാണ് ഉള്ളത് ജയശങ്കർ. അങ്ങനെ നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലേക്കും പെട്ടെന്നൊന്ന് പോയി വരാം. ജയശങ്കർ, കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് എത്താം. സിനോജ് തോമസ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരെ തെക്കൻ കേരളത്തിലെ സാഹചര്യമാണെങ്കിൽ മലബാറിലേക്ക് ഒന്ന് പോകാം. അവിടെ കോഴിക്കോട് നോർത്ത് വെള്ളയിൽ GUP സ്കൂളിലാണ് സിനോജ് തോമസ് ഉള്ളത്. സിനോജ്, അവിടെ മോക്ക് പോളിംഗ് തുടങ്ങിയോ? നിലവിൽ തകരാറുകളൊന്നും ഇല്ലല്ലോ? എന്താണ് ജില്ലയിലെ നിലവിലെ ഒരു സാഹചര്യം? എല്ലായിടത്തും സുഗമമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നല്ലോ അല്ലേ? വിനീത, തീർച്ചയായിട്ടും ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വെള്ളയിൽ GUP സ്കൂളിലാണ്. ഇവിടെ 3 ബൂത്താണുള്ളത്. 3 ബൂത്തിലും മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ബൂത്ത് നമ്പർ 178ലാണ്. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുണ്ട്. മോക്ക് പോളിംഗ് കൃത്യമായി നടക്കുന്നു. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും. ഈ നോർത്ത് മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളാണുള്ളത്. ഈ നേരത്തെ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾക്ക് തന്നെ പുറത്തുണ്ട്. ഇവിടെ നോർത്ത് മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളുണ്ട്. നമ്മൾ ഇത്രയും പറയാറുണ്ടായിരുന്നു, എല്ലാ സ്ഥാനാർത്ഥി അപരന്മാരുണ്ടാവുമെന്ന് പറയാറുണ്ടായിരുന്നു. അതായത് ഡോക്ടർ കെ ജയന്താണ് UDF സ്ഥാനാർത്ഥി, നവീ ഹരിദാസ് BJP സ്ഥാനാർത്ഥി, തോട്ടത്തിൽ രവീന്ദ്രൻ LDF സ്ഥാനാർത്ഥി. താഴോട്ട് വന്നു കഴിഞ്ഞാൽ 2 ജയന്തന്മാർ, വേറെ 2 ജയന്തന്മാരുണ്ട്. രവീന്ദ്രനാണെങ്കിൽ 3 രവീന്ദ്രന്മാരുണ്ട്. ഇവർക്ക് ഈ 5 സ്വതന്ത്രന്മാർ താഴെയുണ്ട്. അങ്ങനെ ടോട്ടൽ 10 സ്ഥാനാർത്ഥികളാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലത്തിലാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 17 പേരാണ്. അതായത് 2 വോട്ടിംഗ് യന്ത്രം വേണ്ടിവരും. 17 സ്ഥാനാർത്ഥികളുണ്ട് കോഴിക്കോട് കൊടുവള്ളി മണ്ഡലത്തിൽ. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത് പോലും കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് കളക്ടർക്കും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കും അവിടുന്ന് നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. വടകര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം പ്രത്യേക കൺട്രോൾ റൂം ഒരുക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും, ബാക്കി 12 മണ്ഡലങ്ങളുടെയും കൺട്രോൾ റൂം കോഴിക്കോട് കളക്ടറേറ്റിലാണ് വരുന്നത്. ഒപ്പം തന്നെ ഭിന്നശേഷിക്കാർ വന്നാലൊക്കെ തന്നെ വീൽചെയർ സൗകര്യമൊക്കെ തന്നെ എല്ലാ ബൂത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനീത, ശരി സിനോജ്, വീണ്ടും നമുക്ക് എത്താം ആ ദൃശ്യങ്ങളിലേക്ക്. ഏതായാലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര പ്രതീക്ഷിക്കുന്ന ഒരു ബൂത്തിൽ കൂടിയാണ് സിനോജ് തോമസ് നിൽക്കുന്നത്. നമുക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകാം, തൃശ്ശൂരിലേക്ക്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. അവിടെ എന്തായി കാര്യങ്ങൾ? വിനീത, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞ് ഞാൻ നിൽക്കുന്നത് ഗുരുവായൂരിലാണ്. ഗുരുവായൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്ന സ്കൂളാണ്. ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു മണ്ഡലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനകൾ, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെല്ലാം നമുക്കറിയാം. 23,32,715 വോട്ടർമാരാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ ഇത്തവണ വോട്ട് ചെയ്യാനെത്തുക എന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ 13 ലക്ഷത്തോളം സ്ത്രീകളും 12,28,000 പുരുഷന്മാരുമുണ്ട്. അതോടൊപ്പം തന്നെ 2,839 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ സജീവമായൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിന് സമാപനം കുറിച്ച് അത് പോളിംഗിലേക്ക് കടക്കുന്നു. ജനങ്ങൾ അതിനെങ്ങനെ വിധിയെഴുതുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 13 മണ്ഡലങ്ങളിലായി അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട്, ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. വലിയ വിവാദം, കിറ്റ് വിവാദം ഇന്നലെ വൈകിട്ട് വരെ കത്തിനിന്ന ഒരു ജില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടായ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ജില്ലയാണ് തൃശ്ശൂർ. പ്രധാനമായും കിറ്റ് വിവാദമാണ്. അതുണ്ടായ സംഘർഷം, അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങൾ, വിവാദങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക്, പോളിംഗിലേക്ക് കടക്കുന്നത്. ഏറ്റവും സജീവമായ ഒരു പോളിംഗ് ദിനമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 25 ലക്ഷത്തിലധികം വോട്ടർമാരാണ് തൃശ്ശൂരിലുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 7
7 മണിക്ക് തന്നെ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തും. ഇതുപോലെ തന്നെ നിരവധി പ്രമുഖർ വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ നിലവിലുള്ള MLA-മാരുണ്ട്, നടന്മാരുണ്ട്. അങ്ങനെ വളരെ സജീവമായ ഒരു വോട്ടിംഗ് ദിനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നിരവധി പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, അവിടെയെല്ലാം കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അവസാന നിമിഷം വരെ ശക്തമായ പ്രചാരണം നടന്ന ഒരു ജില്ല എന്ന നിലയിൽ ഏറ്റവും അധികം പോളിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അധികം പോളിംഗ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞിട്ട് മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. നിലവിൽ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഒരു സ്ഥലത്തും ഇല്ല. മോക്ക് പോളിംഗ് പൂർത്തിയാക്കി കൃത്യം 7 മണിക്ക് തന്നെ തിരഞ്ഞെടുപ്പിൽ പോളിംഗിലേക്ക് കടക്കും. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി മൊബൈൽ ഫോൺ സൂക്ഷിക്കാനായിട്ടുള്ള പ്രത്യേക ഡെപ്പോസിറ്റ് ബാഗ്, അത്തരം സംവിധാനങ്ങൾ കൂടി ഇത്തവണ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മൊബൈൽ ഫോൺ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ അത് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വളരെ സജീവമായ ഒരു പോളിംഗ് ദിനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇതിനുവേണ്ടി ഒരുക്കങ്ങൾ തയ്യാറാക്കിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും. വിനിത, ശരി. ജെയ്സൺ ചാമോളപ്പിലാണ് ചേർന്നത്. വീണ്ടും നമുക്ക് ജെയ്സണിലേക്ക് എത്താം, ദൃശ്യങ്ങളിലേക്കും ഒപ്പം അപ്ഡേറ്റുകളിലേക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലയിടത്തും നേരത്തെ സിനോജ് പറഞ്ഞതുപോലെ തന്നെ അപരന്മാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്താണ്, അത് എത്രാമതാണ് ആ ബാലറ്റിൽ, എത്രാം നമ്പറാണ് ആ സ്ഥാനാർത്ഥി എന്ന് കൃത്യമായി നോക്കി വെച്ചോളൂ. സംശയമുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ ആരോടെങ്കിലും ചോദിച്ച് കൃത്യമായി അതിൽ തന്നെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ജയന്തിന് 2 അപരന്മാരുണ്ടെന്ന് പറയുന്നു. രവീന്ദ്രനും തോട്ടത്തിൽ രവീന്ദ്രനും 3-4 അപരന്മാരുണ്ടെന്നാണ് സിനോജ് പറഞ്ഞത്. വടകരയിലെ ഒരു ബൂത്തിലാണെന്ന് തോന്നുന്നു 17 പേരെങ്ങാനുണ്ട് സ്ഥാനാർത്ഥികൾ. അപ്പോൾ കൃത്യം നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്, ചിഹ്നം ഏതാണെന്ന് നോക്കി വെച്ച് വോട്ട് ചെയ്തോളൂ. മാത്രമല്ല, ജെയ്സൺ ഇപ്പോൾ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പ്രത്യേക ബാഗുണ്ട്. മൊബൈൽ ഫോണുകൾ ഇക്കുറി ബൂത്തിൽ പ്രവേശിപ്പിക്കില്ല. അതുകൊണ്ട് മൊബൈൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം വേണം വോട്ട് ചെയ്യാൻ അകത്തേക്ക് കയറാൻ. അപ്പോൾ അക്കാര്യം കൂടി ശ്രദ്ധിക്കുക. അത്യാവശ്യം ഇല്ലെങ്കിൽ മൊബൈൽ എടുക്കാതെയും നമുക്ക് പോവാം വോട്ട് ചെയ്യാൻ. പക്ഷേ വോട്ട് ചെയ്ത ശേഷം മഷി രേഖപ്പെടുത്തിയ ഫോട്ടോ അത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നതും ഒരു ചടങ്ങാണ്.